ഒരു കഥ എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു കവിത എഴുതുന്ന പോലെയോ ഒക്കെ തന്നെയാണ് സിനിമ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് ഡൈജസ്റ്റ് ആവണമെന്നില്ല. അതിൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവണം, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് ക്രൂ മെമ്പേഴ്സ് ഉണ്ടാവണം. എന്നാലും അത് ഡയറക്ടറുടെ, ഒരു സിനിമ ഡയറക്ടറുടെയാണ് എന്ന് പറയുന്നത് അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും. കാരണം ഇതിനകത്ത് പല ഘടകങ്ങളും ഡയറക്ടറുടേത് അല്ലാത്തതായിട്ടും കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. ഈവൺ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളൊരു സൗണ്ട് ചെയ്തിട്ടുള്ള ആൾ, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനർ, അല്ലെങ്കിൽ എഡിറ്റർ, ഇവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് ഒരു സിനിമയിൽ, ഒരു ഫിലിം മേക്കിങ്ങിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഡയറക്ടറുടെ മാത്രമാകുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ സിനിമ ഡയറക്ടറുടെ ആണ് എന്ന് പറയുന്നത് ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തതിന് ശേഷം ഡയറക്ടർ, നമ്മൾ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് വെച്ചതിന് ശേഷം പുള്ളിയുടെയാണ് ഈ സിനിമ എന്ന് നമ്മളെല്ലാവരും പറയുന്നതാണ്. അല്ലാതെ അത് ആ ഡയറക്ടറുടെ മാത്രമാണോ എന്നുള്ളതിൽ ശരിക്കും ഒരു സംശയം തന്നെയാണ് ഉണ്ടാവും. ഒരു ഡയറക്ടറുടെ മാത്രമായിട്ടൊരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ ആ ഡയറക്ടർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡയറക്ടറുടെ ആണ് സിനിമ എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഉള്ള ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസറൊക്കെ വന്നിട്ട് ഡയറക്ടറെ 100% സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഡയറക്ടറുടെ സിനിമ തന്നെയാണ്. ബാക്കിയുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റിനോ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു സിനിമ ഒരു ഡയറക്ടർ ഉണ്ടാക്കിയിട്ട് അത് ഡയറക്ടറുടെ സിനിമയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു കൺക്ലൂഷൻ.